ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീൽസ് ആൻഡ് വീൽസ്. അപ്പോൾ എന്താ പ്രശ്നം, ഇന്ന് നമ്മൾ ഷോക്കേസിൻ്റെ അവിടെ എൻ്റെ കാർ കളക്ഷൻ്റെ ഫ്രണ്ടിലല്ല വീഡിയോ എടുക്കുന്നത്. ബിക്കോസ് എന്തെന്ന് വെച്ചാൽ വീട്ടിൽ ഗണപതി വരാൻ പോകണം. അപ്പോൾ ഫ്രണ്ട് റൂം ഫുൾ അല്ലമ്പായിട്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഗണപതി വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഗണേശ ചതുർത്ഥി വരാൻ പോവുകയാണ്. ശനിയാഴ്ചയാണ് ഗണേശ ചതുർത്ഥി. അപ്പോൾ ഇന്ന് ചെറിയൊരു അൺബോക്സിങ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോ ആയിട്ട്. അപ്പോൾ ഇന്ന് റൂം കുറച്ച് മാറ്റമുണ്ട്. ബെഡ്റൂം തന്നെയാണ്, പക്ഷെ കുറച്ച് പൊസിഷൻ ചേഞ്ച് ചെയ്തു. ഇത് എൻ്റെ ടെഡി. ഇവനൊരു 20 വർഷം പഴക്കമുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞ് ബോംബെയിലോട്ട് വന്നപ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് മേടിച്ച് തന്നാണ് റിസപ്ഷൻ വന്നപ്പോൾ. അപ്പോൾ അന്ന് തൊട്ട് എൻ്റെ കൂടെ ഇവനുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ഹാംലേസ് എന്നാണ്. ഇതൊരു 1:43 സ്കെയിലിൽ നമ്മളൊരു മോൺസ മേടിച്ചിട്ടുണ്ട്. അതാണ്. ഇവനെ മാറ്റിയിട്ട് നമുക്കിതിനെ കാണാം. ഇതാണ് 43. എൻ്റെ കയ്യിൽ കിൻസ്മാർട്ടിൻ്റെയും പിന്നെ നമ്മുടെ പഴയ വീഡിയോ കണ്ടവർക്കറിയാം വില്ലിയുടെ, പിന്നെ കുറച്ച് വിൻറ്റേജ് കാസൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ കളേഴ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഇവനെ തുറന്നിട്ട് തന്നെ കാണിക്കാം. ഇത് കുറച്ച് ടൈറ്റാണ് തുറക്കാൻ. ഇതാണ് ഇപ്പോൾ സാധനം. കുഞ്ഞനാണ്, പക്ഷെ എനിക്ക് ഇവൻ്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ആഗ്രഹിച്ചിരുന്ന മോഡൽ വന്ന് ഒരു സിൽവർ കളറിലാണ്. മോൺസയുടെ തന്നെ SP1 ആണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ ഞാൻ മേടിക്കും. ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും മേടിക്കും. അപ്പോൾ ഇത് SP2 ആണ്. ബ്രാൻഡിങ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതാണ് ഇത്രയേ ഉള്ളൂ. ഇതാ നമ്മുടെ കയ്യിൽ വെച്ചാൽ അറിയാൻ പറ്റും. ഇത്രയേ ഉള്ളൂ മൊത്തം സാധനം. ഇതാണ് വണ്ടി. ഇതെനിക്കിവിടെ ഹാംലേസിൽ നിന്ന് കിട്ടിയതാണ്. ഹാംലേസ് കുറച്ച് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് കളക്ഷൻസിലൊക്കെ. ഹോട്ട് വീൽസിൻ്റെ ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഹോട്ട് വീൽസൊക്കെ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് തന്നെ റീസെല്ലേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര കഷ്ടമാണ്. അവരെല്ലാം തന്നെ അടിച്ചു മാറ്റി വയ്ക്കുന്നുണ്ട്. ഭയങ്കര വിലക്കാണ് വിൽക്കുന്നത്. ആ ഒരു പ്രശ്നമുണ്ട് ഹാംലേസിൽ. അപ്പോൾ ഇവനെ നമുക്ക് സൈഡിൽ വയ്ക്കാം. ഇവനെക്കുറിച്ച് അധികമൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും തന്നെ അറിയുന്നതാണ്. കാർ കളക്ടേഴ്സിന് ഞാൻ ഐറ്റം ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഇത് നമ്മുടെ ഡ്യൂറാഗോ കമ്പനിയുടെയാണ്. അതൊരെണ്ണമുണ്ട്. പിന്നെ ഇവനൊരു അടിപൊളി ഒരു സാധനമാണ്. നമുക്ക് പെട്ടെന്ന് അൺബോക്സിങ് ചെയ്യാം. ആളൊരു കുഞ്ഞനാണ്, പക്ഷെ കുഞ്ഞനിലെ രാജാവാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം. ഇത് എവിടെ നിന്നാണ് മേടിച്ചതെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 2 ദിവസമായിട്ട് തീർത്തും വയ്യായിരുന്നു. ഭയങ്കര ചുമയും ജലദോഷമൊക്കെ ആയിട്ട് ഇരിപ്പായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഷോപ്പിംഗ് കാര്യമൊന്നും അങ്ങനെ പോകാനൊന്നും പറ്റിയില്ല. അപ്പോൾ വയ്യാത്തതുകൊണ്ട് അധികമൊന്നും ചുറ്റിക്കറങ്ങാനോ വണ്ടിയെക്കുറിച്ച് നമുക്ക് നോക്കാനോ. അപ്പോൾ ഈ അടുത്ത ഹോട്ട് വീൽസിൻ്റെ കേസ് വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എനിക്കത് മേടിക്കാനായിട്ട് പോകണം. ഈ വയ്യാത്തതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ നല്ല മഴയുമാണ്. അപ്പോൾ നമ്മൾ ഇവരുടെ അടുത്തു നിന്നാണ് മേടിച്ചത്. കാസ് ആൻഡ് ഡോൾസ്. ഇതൊരു ഡൽഹിയിലുള്ളൊരു ഓൺലൈൻ ഷോപ്പാണോ അവിടെ ഷോപ്പുണ്ടോ എനിക്കറിയില്ല. കാസ് ആൻഡ് ഡോൾസ് എന്നാണ്. ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ല കളക്ഷൻസ് ഉണ്ട് അവരുടെ കയ്യിൽ നിന്ന്. പിന്നെ കൊറിയർ, ഞാൻ എന്താ പറയുക, ഇങ്ങനൊരു കൊറിയർ സർവീസ് ബ്ലൂ ഡാർട്ടാണ്, പറയേ വേണ്ട. ഇന്നലെ ഞാൻ ബുക്ക് ചെയ്ത വണ്ടി ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് വണ്ടി കിട്ടിക്കഴിഞ്ഞു. ഡൽഹിയിൽ നിന്ന് സാധനം മുംബൈയിൽ എത്തി. എൻ്റെ കയ്യിൽ സാധനം കിട്ടിക്കഴിഞ്ഞു. അതാണ് ഏറ്റവും രസം. ഒറ്റ ദിവസം വിത്തിൻ 24 hours ഡൽഹിയിൽ നിന്ന് സാധനം എൻ്റെ കയ്യിൽ കിട്ടി. അങ്ങനെ ഒരു അടിപൊളി എക്സ്പീരിയൻസും കൂടെ ഈ വണ്ടിയുടെ കൂടെ എനിക്കുണ്ടായി. പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതെങ്ങനെ തുറക്കണ്ടെന്ന് ആദ്യം എനിക്ക് പഠിക്കണം. അതാണ് ഒരു പ്രശ്നം. ശരിയായിട്ടില്ല, ചുമ കുറഞ്ഞു വരുന്നതേ ഉള്ളൂ. അധികം സംസാരിച്ചാൽ ഭയങ്കരമായിട്ട്
ചുമയുണ്ടാവും. അടിപൊളി പാക്കിംഗ് ആണ്. സാധനം ഇത്രയേ ഉള്ളൂ. പിന്നെ അനങ്ങാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പം ഇവനിലോട്ട് പോകാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഇവനെ തുറക്കാം. ഈ ഒരു പരിപാടി മാത്രമേ എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തൊരു പരിപാടിയാണ്. അപ്പോൾ ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം. ഇത് കണ്ടാൽ എല്ലാവർക്കും അറിയുമല്ലോ എന്താണ് ബുഗാട്ടിയുടെ. ഇത് നമ്മുടെ ബുഗാട്ടി വേറോൺ ആണ്. ഇത് പിന്നെ എന്താ പറയുക, ഒരു ലിമിറ്റഡ് എഡിഷൻ പീസുമാണ്. ഏകദേശം ഞാൻ തുറന്നിട്ട് കാണിക്കാം. അപ്പോൾ ഇവനാണ് നമ്മുടെ ബുഗാട്ടി വേറോൺ. ഇതിൽ വേറെ ഒന്നുമില്ല. എന്തൊരു പേപ്പറുണ്ട്. ഇത് ഗൾഫ് എഡിഷനാണ്. ഗൾഫിൻ്റെ ഇതാണ്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതാ, റിമൂവബിൾ പാർട്ടുണ്ട്, അതൊരെണ്ണമുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വന്ന് 799 പീസസിൽ 703 ഇതാണ് നമ്മുടെ 799 പീസസേ ടോട്ടലായിട്ടുള്ളൂ. അതിൽ 703 നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവനാണ് നമ്മുടെ ബുഗാട്ടി വേറോൺ. നല്ല അടിപൊളി ഡീറ്റെയിലിങ്ങും നല്ല വെയിറ്റ് ഉണ്ട് സാധനത്തിന്, നല്ല ഡീറ്റെയിലിംഗ് ആണ്. ആൻഡ് അവരുടെ ആ കേസിൻ്റെ ഫിറ്റിംഗ് ഒക്കെ സൂപ്പറായിട്ടുണ്ട് ശരിക്കും. ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഗൾഫിൻ്റെ ഈ പാർട്ട് മൂവ് ആവുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഇതാണ്, കണ്ടോളൂ എല്ലാവരും. ഇതാണ് അതിൻ്റെ പാർട്ട്. ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്, നല്ല ബോക്സ് പാക്കിംഗ് പോലെയാണ്. ഇതാണ് അതിൻ്റെ പാർട്ട്. ഇതിനെ ഇതാണ് ശരിക്കും നമ്മുടെ ഫുള്ളായിട്ടുള്ള കാർ ബുഗാട്ടി വേറോൺ. നല്ല അടിപൊളി ഡീറ്റെയിലിംഗ് ആണ്, സൂപ്പർ ഫിനിഷിംഗ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു 799 703, അതായത് 703 പീസ് നമ്മുടെ കയ്യിലാണുള്ളത്. ബാക്കി ആരുടെ കയ്യിലെന്ന് എനിക്കറിയില്ല. ഇത് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ നമ്മൾ അടുത്ത അൺബോക്സിങ്ങിലോട്ട് പോവുകയാണ്. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് സെക്കൻഡ് ഡേ ആണ്. കാരണം നമ്മുടെ ഒരെണ്ണം ഡെലിവറി ആയത് കുറച്ച് ലേറ്റായിപ്പോയി. ഇവരുടെ രണ്ടിനെ നമ്മൾ ആദ്യം കണ്ടല്ലോ. അടുത്തവൻ വന്ന് ഇവനാണ് നമ്മുടെ SP മോൻസ 1. ഇവൻ 2, ഇവൻ്റെ നമ്മൾ കണ്ടു അൺബോക്സിങ്. ഇവൻ 2 ആണ്. ഇത് വന്ന് നമ്മുടെ 1. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവനെ തുറക്കാം. ഇത് നമ്മുടെ ബൂരാഗോണ്ട് തന്നെയാണ്. ഇവനാണ് സാധനം.
ആണ്. നമുക്ക് ഇതിൻ്റെയും കൂടെ തുറന്നിട്ട് വയ്ക്കാം. അപ്പം നിങ്ങൾക്ക് രണ്ടും കാണാൻ പറ്റുമല്ലോ. SP1 SP2 മോൺസയുടെ കാണാൻ പറ്റും. ഇവ രണ്ടാണ്. അധികം സൗണ്ട് എടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല. ചുമ അത്ര മാറിയിട്ടില്ല, അതാണ് പ്രോബ്ലം. പിന്നെ നമുക്ക് തുറന്നു നോക്കാം. വൺ ഈസ് ടു 43 സൈസാണ് ഇത്. ഇതാണ് ഫുൾ എൻ്റെ ഡീറ്റെയിലിംഗ്. ഇവിടെയാണ് എൻ്റെ സീറ്റും സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ. ഇതൊന്നും 43 ഇതൊന്നും ഓപ്പണബിൾ പാർട്സ് അല്ല കേട്ടോ. നമുക്ക് അൺസ്ക്രൂ ചെയ്തിട്ട് കയ്യിലെടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആ ഒരു ഫീൽ കയ്യിൽ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എൻ്റെ സൈസും മനസ്സിലാക്കാൻ പറ്റും. 43 ഇതിൻ്റെ ഈ ലൈനിലുള്ളവർക്ക് 43 എന്ന് പറഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഈ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർക്ക് 43യുടെ സൈസ് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ കയ്യിൽ വെച്ച് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ സൈസ്. നമ്മുടെ ചെറിയൊരു മൊബൈലിൻ്റെ സൈസേ ഉള്ളൂ ശരിക്കും. ആ ഷേപ്പും എല്ലാം കൂടെ ഒരു മൊബൈൽ, പഴയ കീപാഡുള്ള മൊബൈലില്ലേ, ആ സൈസേ ഉള്ളൂ സാധനം. ഇതാണ് നമ്മുടെ വണ്ടി. അടിയിലും ബ്രാൻഡ് നെയിമും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. 43 സൈസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സാധനം. നമ്മുടെ SP മോൺസ 1 SP മോൺസ 2 ഞാൻ ഇവരെയും കൂടെ തുറന്ന് കാണിക്കാം. അവർ രണ്ട് അടുത്ത് ഞാൻ വീഡിയോ ആക്ച്വലി പ്ലാൻ ചെയ്തത് ഇവർ രണ്ടും ഒരുമിച്ച് അൺസ്ക്രൂ ചെയ്ത് വെച്ച് കാണിക്കണം എന്നൊക്കെയാണ്. പക്ഷേ നമുക്ക് സാധനം ഡെലിവറി ആയപ്പോൾ കുറച്ച് ലേറ്റായി. ഇവന്മാരാണ് രണ്ട് ചെറിയ മൊബൈൽ. അതാണ് സൈസ് കറക്റ്റായിട്ട് പറഞ്ഞാൽ. ഇവനെയും വയ്ക്കാം. ഇതാ. അപ്പോൾ ഇവന്മാരാണ് നമ്മുടെ കുഞ്ഞുമണ്ടീസ് ഈ പ്രാവശ്യത്തെ. പിന്നെ ഇത് SP1 ഇവർ റെഫറൻസ് കൊടുക്കാൻ കാരണം ഇത് 1 സീറ്ററാണ്. SP2 കൊടുക്കാൻ കാരണം ഇത് 2 സീറ്ററാണ്. ഇത് വേൾഡിലെ ഏകദേശം ഈ വണ്ടിയല്ല കേട്ടോ, ഇതിൻ്റെ 1:1 മോഡൽ 500 പീസസാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 2018-19 മോഡലാണ്. 18 മോഡലാണ്. ഇത് 19ൻ്റെ മോഡൽ. ഇതാണ് മോൺസയുടെ SP1 SP2. ഈ റെഫറൻസ് ഒന്ന് 1ഉം 2 ഇതാണ്. സീറ്റിംഗ് അതേ ഡിഫറൻസ് ഉള്ളൂ. ഇതിൽ സീറ്റിംഗിലാണ് റെഫറൻസ് കൊടുത്തിരിക്കുന്നത്. ഒരു സീറ്റർ വന്ന് SP1ഉം 2 സീറ്റർ വന്ന് SP2ഉം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ 3 അൺബോക്സിങ്. ഒരു ബുഗാട്ടിയും പിന്നെ മോൺസയുടെ 2 എണ്ണവും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഉടൻ തന്നെ അടുത്ത ഒരു അടിപൊളി അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ആണ് വരാൻ പോകുന്നത്. വണ്ടി സർപ്രൈസ് ആയിരിക്കും നിങ്ങൾക്ക്, ഞാൻ പറയാൻ പോകുന്നില്ല. ഒരു അടിപൊളി അൺബോക്സിംഗ് ആണ്. എൻ്റെ കളക്ഷനിൽ ഒരു എന്താ പറയുക, ഒരു ഫൈൻ എന്ന് പറയാം, ഒരു അടിപൊളി കളക്ഷൻ എന്ന് വേണം പറയാം. അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ ചാനലിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കൂടുതൽ ഷോർട്സും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഷോർട്സും എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക. ഷോർട്സ് ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചെറിയ വീഡിയോ അല്ല, അധികം ടൈം വേണമല്ലോ കാണാൻ. ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഷോർട്സും കണ്ടോളൂ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. താങ്ക്